ആ നമ്മളിന്ന് വടക്കനാടൻ ഷോപ്പിലൊന്ന് കയറി നോക്കാം. വടക്കനാടൻ്റെ പുതിയ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം. ഹായ് ചേച്ചി. ഹായ്. നമുക്ക് എന്താണ് ഇന്ന് സ്പെഷ്യൽ? നമുക്കിവിടെ എല്ലാം സ്പെഷ്യലാണ്. നമുക്ക് വാൽമുളക് ഉണ്ടോ? വാൽമുളക് ഉണ്ടല്ലോ. വാൽമുളക് ഉണ്ട്. അപ്പൊ വാൽമുളക് ഒന്ന് പരിചയപ്പെടുത്താമോ? വാൽമുളക് കാണിച്ചു തരാലോ. നമുക്കിത് എവിടെ നിന്നാണ് വരുന്നത് വാൽമുളക്? നമുക്ക് വയനാട്. വാൽമുളക്. ഇതാണ് വാൽമുളക് എന്ന് പറയുന്ന സാധനം. വാൽമുളക് അതാണല്ലേ. നമ്മൾ കുരുമുളക് പോലെ അല്ല ഇരിക്കുന്നത് അല്ലേ? പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ അതിന് ചെറിയൊരു വാലും കൂടി ഉണ്ട്. ഓക്കെ. ചേച്ചി, നമുക്ക് ഏലക്ക എന്താണ് സീഡ് തന്നെ ആയിട്ടുള്ളതുണ്ടോ? ഈ ഏലക്കയുടെ സീഡ് നമുക്കുണ്ട്. ഏലക്ക സീഡ് മാത്രമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഏലക്കയുടെ സീഡ് വരുന്നത്. അതെങ്ങനെയാ നമ്മള് ഏലക്ക എടുത്ത് ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണോ അതോ നമ്മൾ ഏലക്ക എടുത്ത് സൈസ് ആക്കുന്നതാണോ? ഏലക്ക ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. നമുക്ക് ഏലക്ക എത്ര ഐറ്റം വരുന്നുണ്ട്? ഏലക്ക നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ 8 ഐറ്റം ഉണ്ട്. ഏലക്ക 8 ഐറ്റം വരുന്നുണ്ട് അല്ലേ? 8 ഐറ്റം വരുന്ന പറഞ്ഞാൽ അപ്പം ഏതാണ് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം? ഏതാണ് പ്രീമിയം ക്വാളിറ്റി നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല. പ്രീമിയം ക്വാളിറ്റി നമ്മൾ ഭാഗത്ത് വെച്ചേക്കത്തേ ഉള്ളൂ. അതിന് തൊട്ട് താഴെ ഉള്ളതാണ് നമുക്ക്. അതിന് വില കൂടുതലായിരിക്കും അല്ലേ? നമുക്ക് സാധാ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏലക്ക എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? നമുക്ക് വരുന്നത് 8+ മുതൽ 8 ഫസ്റ്റ് മുതൽ നമുക്ക് വരുന്നുണ്ട്. ഏലക്ക 8 ഫസ്റ്റ് ആണിത്. അത് കഴിഞ്ഞിട്ട് അതാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഡിസ്പ്ലേ വെച്ചേക്കുന്നതിൽ ഫസ്റ്റ് വരുന്നത്. നമ്മളൊക്കെ നോക്കുമ്പോഴത്തേനും ഏറ്റവും വില കുറഞ്ഞതാണ് നമ്മൾ അന്വേഷിക്കാറ്. അതുകൊണ്ട് ചോദിച്ചതാണ്. നമുക്ക് ഇത് വരുന്നില്ലേ നമ്മുടെ പനങ്കൽക്കണ്ട് വരുന്നുണ്ട്. നമുക്ക് 3 ഐറ്റം ഉണ്ട്. പനങ്കൽക്കണ്ട് വരുന്നുണ്ടല്ലേ? നമുക്ക് ഈ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒറിജിനൽ സാധനം ഏതായിരിക്കും? ഒറിജിനൽ വരുന്നത് നമുക്ക് പനങ്കൽക്കണ്ട്. ഇതാണ് ഒറിജിനൽ പനങ്കൽക്കണ്ട് വരുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നല്ല. നിങ്ങൾ എവിടുന്ന് കളക്ട് ചെയ്യും ചേച്ചി? ഞങ്ങള് പാലക്കാട് കളക്ട് ചെയ്യുന്നു. നമുക്ക് തേയിലയൊക്കെ എങ്ങനെയാണ് വരുന്നത്? നല്ല തേയില വരുന്നുണ്ടോ? തേയില വരുന്നുണ്ട്. ഏതായിരിക്കും നല്ല തേയില വരുന്നത്? ഏറ്റവും നല്ല തേയില നമുക്ക് വരുന്നത് മൂന്നാർ, ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന BOPയുടെ തേയിലയാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി തേയില വരുന്നത് BOP ആണ്. BOPയുടെ നല്ല കട്ടനായാലും ചായക്കായാലും BOP തേയിലയുണ്ട്. പിന്നെ അല്ലാതെ വരുന്ന അതിന്റെ കുറച്ചും കൂടി ചായക്ക് ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ PD എന്ന് പറഞ്ഞ ഈ ഐറ്റം. ചായക്കും കട്ടൻ ചായക്കും ഇത് കട്ടൻ ചായക്ക് BOP വരുന്നത് കട്ടൻ ചായക്കും, PD വരുന്നത് ചായക്കുമാണ്. മറയൂർ ശർക്കരയാണ് നമ്മളിവിടെ വിൽക്കുന്നത്. നമുക്ക് നോർമൽ ശർക്കര ഇല്ല, വരുന്നത് മറയൂർ ശർക്കരയാണ്. മറയൂർ ഫാക്ടറിയിൽ നമ്മൾ നേരിട്ട് പോയി എടുക്കുന്നതാണ്. അതിൽ വേറെ കെമിക്കലുകളോ വേറെ ഒന്നുമില്ല. ഏറ്റവും നല്ല ശർക്കരയാണ്. എന്താണ് ചേച്ചി നമ്മുടെ വടക്കനാടിന്റെ സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഇവിടെ? വടക്കനാടിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാലയാണ്. വടക്കനാടിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്വന്തം വടക്കനാടൻ്റെ സ്വന്തം മസാലയാണ്. ഇതിനെ നമുക്ക് നമ്മുടെ കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് എടുക്കുന്ന നല്ല ഒറിജിനൽ സ്പൈസസ് കൊണ്ട് നമ്മൾ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് അത് കളക്ട് ചെയ്യുന്നത്? ഇത് ഇടുക്കിയിൽ നിന്ന് വയനാട് നിന്നുള്ള കർഷകരുടെ അടുത്ത് നിന്ന് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇത് നമ്മുടെ ഒരു കൂട്ടാണല്ലേ? അതെ, ഇത് നമ്മുടെ കൂട്ടാണ്. ഇത് പുറത്ത് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സും നല്ല ഫീഡ്ബാക്ക് തരുന്ന ഐറ്റമാണ്. നമ്മളിപ്പോ പുറത്ത് ഒരു പാചകം ചെയ്യുന്ന ഒരു സംഭവം കണ്ട് ഇത് വെച്ചാണോ നമ്മൾ പാചകം ചെയ്യുന്നത്? അതെ, ഇത് ഈ മസാലയാണ് നമ്മൾ പുറത്ത് പാഴ്സൽ കൂടാരത്തിൽ പാചകം ചെയ്യുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ എന്ത് പറയുന്നുണ്ട്? ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പൊ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോഴേ ഇതിന് നമ്മൾ സാധാ ആൾക്കാരുടെ അടുത്ത് മേടിക്കുന്നില്ല, സാധാ കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ട് വില വ്യത്യാസം കാണൂലേ? വില വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം, ക്വാളിറ്റി ഉള്ള ഐറ്റം കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള വിലയും. ഓക്കെ, ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾക്കിപ്പം വില കൊണ്ട് ആൾക്കാർ നോക്കുമ്പോൾ സാധാ ഇപ്പം എന്നെ പോലെയുള്ള കസ്റ്റമറൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഇത് നോക്കുമ്പോഴത്തേനും വില കൂടുതലാണെങ്കിൽ നമ്മൾ മേടിക്കില്ല. അതിന് എങ്ങനെ താരതമ്യം ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത് 200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരാളിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഐറ്റം അവർക്ക് 100 രൂപയ്ക്ക് പുറത്തുനിന്ന് കിട്ടുമായിരിക്കും. ആ 100 രൂപയുടെ ഐറ്റം അവർ 2 സ്പൂൺ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ 200 രൂപയുടെ ഐറ്റം അവർക്ക് 1 സ്പൂൺ ഉപയോഗിച്ചാൽ മതി. കുറച്ച് സാധനം ഉപയോഗിച്ച് നമ്മൾ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് അല്ലേ? അത് വടക്കനാടന്റെ പ്രത്യേകമാണ് അല്ലേ? നിങ്ങളുടെ കൂട്ടായിരിക്കും. അതെ, ഞങ്ങളുടെ കൂട്ടാണ്. അപ്പോൾ അത് കൊള്ളാം. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനം മറ്റേ ഉപയോഗിക്കുന്നതിന് പകുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം താരതമ്യം ചെയ്യുകയും ചെയ്യും. നല്ല ടേസ്റ്റിൽ ഫുഡും കഴിക്കാൻ പറ്റുമ്പം അത് കൊള്ളാം. കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ ഇടുക്കി ഒക്കെ ഉണ്ടോ? കാപ്പിപ്പൊടി നമുക്ക് ഇടുക്കിയിലെയും വയനാട്ടിലെയും കാപ്പിപ്പൊടിയുണ്ട്. കാപ്പിപ്പൊടി വരുന്നത് ഇത് വയനാടൻ കാപ്പിപ്പൊടിയാണ്. ഇതിൽ ചിക്കോരി ഒന്നും ചേരാത്ത കാപ്പിയാണ് നമുക്ക് വരുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇടുക്കിയുടെ കാപ്പിപ്പൊടി. വില വ്യത്യാസവും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വയനാടൻ കോഫിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്.
നമുക്ക് ബാക്കിയുള്ള നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ബീൻസ് മറ്റേ ഇത് എന്താണത്? ഇത് വാനിലയുടെ ബീൻസ് ആണ് വരുന്നത്. അങ്ങനെ അധികം ഒന്നും കിട്ടുന്ന സാധനമല്ല. ഇത് ഒറിജിനൽ വാനില. നമ്മൾ വാനിലയുടെ എസൻസാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നമ്മള് വാനിലയുടെ ബീൻസ് ആണ്. ഒറിജിനൽ ബീൻസ് വരുന്നുണ്ടല്ലേ? അത് തുറക്കുമ്പോ തന്നെ നല്ല മണമാണ്. ഇത് ബീൻസ് ആയിട്ടാ വരുന്നത്. നമ്മളെല്ലാം എല്ലാവരും അതിന്റെ ഫ്ലേവർ മേടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ബീൻസ് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കേക്കിന് ചായക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ആ ബീൻസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വൈറ്റ് പേപ്പർ അല്ലേ? അതെ, വൈറ്റ് പേപ്പർ ആണ് വരുന്നത്. നിങ്ങൾ ജാതിപത്രിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ സാധനം? ഇതെന്താ? കൽപ്പായൽ അല്ലേ? കൽപ്പായൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൽപ്പായൽ എന്ന് പറയുന്നത്. കൽപ്പാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് വടക്കനാടൻ്റെ വളരെ കുറച്ച് ഐറ്റംസേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ബാക്കി ഐറ്റംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.